യുദ്ധത്തിൽ മനുഷ്യൻ ജയിച്ചാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഇറാനിൽ മരണപ്പെട്ടുകൊണ്ട്. ഏതാണ്ട് 50ഓളം വരുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ഇറാനും അമേരിക്കയും കൂടെ സംയുക്തമായി ബോംബിട്ട് ഏതാണ്ട് 50ഓളം വരുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ ഇറാനും മറ്റു പല രാജ്യങ്ങളിലേക്കും അടിക്കുന്നുണ്ട്. എന്നാൽ ലോകത്ത് യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാൻ സാധിക്കത്തില്ല. യുദ്ധം എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ യുദ്ധം ചെയ്യുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ ഒരു വിഷയത്തിൽ നമ്മുടെ മമ്മൂക്ക കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ് പറഞ്ഞത്. അത് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയാറുണ്ട്. അദ്ദേഹം സിനിമാ നടനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള അതിനുള്ളൊരു മറുപടി നമ്മുടെ മമ്മൂക്ക കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. TV ചന്ദ്രനൊക്കെ ഞാൻ സിനിമ കാണാൻ സിനിമയോ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കണ്ടുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോമങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിനൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നത്. ചന്ദ്രൻ്റെ കൃഷ്ണൻകുട്ടി എന്ന സിനിമയ്ക്ക് ശേഷം അല്ലേ കബനിയാണ് ആദ്യം. കബനി നദി ചുവന്നപ്പോഴെന്ന് പറയുന്ന സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണോ? അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമായിരുന്നു. ആ സൗഹൃദം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പല സിനിമകളുടെയും കഥയും പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. അവാർഡ് വേദിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് പല കാര്യങ്ങൾക്കും മമ്മൂക്ക ഇത്തരത്തിലുള്ള നിലപാടുകൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, മഹേഷ് നാരായണൻ നിർമ്മിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം, ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ 23 വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. ആൻ മെഗാ മീഡിയാസിന്റെ ബാനറിൽ ആൻഡോ ജോസഫാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമ കാണാനായിട്ടുള്ള വലിയൊരു ആകാംക്ഷയാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ള. ഇപ്പൊ നമുക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ പദയാത്ര എന്ന സിനിമയിലാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരുപിടി നല്ല നല്ല സിനിമകൾ ഇപ്പൊ ഇറാനും ഇസ്രയേലും ആയിട്ട് നടക്കുന്ന യുദ്ധത്തിൽ മനുഷ്യൻ ജയിച്ചില്ലെങ്കിലും മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ എന്ന് പറയുന്ന ആ മനുഷ്യത്വമുള്ള ആ ഒരു വാക്ക് സത്യത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്കാണ്. നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു സിനിമാ വിശേഷവുമായി. ബൈ.